തനിക്ക് ഇവിടെ നിന്ന് പോയിക്കൂടെ? ഞാൻ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിച്ചേക്കിടും. എന്ന് തനിക്കറിയില്ലേ? തന്നെ എനിക്ക് സ്നേഹമാണെന്നറിയില്ലേ? തന്റെ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്നവനല്ലേ ഞാൻ. ഇവിടം വരെ വന്ന് തന്നെ ഞാൻ വിളിക്കുമ്പോൾ അതിൽ വല്ല കാര്യവും കാണുമെന്ന് താൻ മനസ്സിലാക്കണം. വരണം എന്താ? എന്റെ കൂടെ താൻ എന്തായാലും വരണം. പോയിട്ട് ഒരു വിവരമില്ലാതെ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. സാറിനെ കണ്ടോ ഇല്ലയോ? എന്താ ഒന്ന് ഫോൺ ചെയ്യാതിരുന്നത്? അതൊന്നും പറ്റിയില്ല. നന്ദൻ സാർ വല്ലാതെ ക്ഷീണിച്ചല്ലോ. എവിടെ ക്ഷീണിച്ചു? ഇത് യാത്രാ ക്ഷീണ. എത്ര മണിക്കൂറാ തീവണ്ടിയിലിരുന്നത്? നന്ദനിരിക്കും. രഹന പണ്ടത്തേതിൽ ഒന്ന് തടിച്ചു. ഇല്ലേ നന്ദ? ഇവിടെ ബാപ്പ മരിച്ചു, സ്വത്ത് പാർട്ടീഷനായി. കിട്ടിയ പണം ബാങ്കിലിട്ടില്ല. ഇഷ്ടം പോലെ ഇറച്ചിയും മീനും വാങ്ങി തന്നു തീർത്തു. ആ തടിയാ പാർട്ടീഷൻ തടി. അരമണിക്കൂറിനകം സംഭവബഹുലമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഡൈനിങ് ടേബിളിൽ നിരന്നിരിക്കണം. വയറ്റിൽ തീ ആളിപ്പട്ടരാണ് ചെറിയല്ലേ? നന്ദൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഈ വീട് വാങ്ങിച്ചു. മുകളിൽ ആർക്കെങ്കിലും വാടക കൊടുക്കാമെന്ന് രഹന പറഞ്ഞെങ്കിലും നന്ദൻ താമസിച്ചെടുത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മിടുക്കനായ ഒരു അധ്യാപകനെയാണ് കോളേജിന് നഷ്ടപ്പെട്ടത്. റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ചിലപ്പോൾ മാനേജ്മെന്റ് തയ്യാറായേക്കും. വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ വീട്ടിലിപ്പോ പിഷാരടി സാറാ താമസിക്കുന്നത്. അറിയില്ലേ കവി NK പിഷാരടി? വേണ്ട റഹ്മാൻ, എനിക്ക് വയ്യ. ഞാൻ വന്ന് പോയിക്കോട്ടെ. എന്തുണ്ടായി നന്ദൻ? അറിയില്ലേ, ഇനി ഒരിക്കലും വരരുന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് വീണ്ടും എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന്? നന്ദൻ, രാത്രി ഏതായാലും ഇത്രയും വൈകിയില്ലേ? തൽക്കാലം സമാധാനമായിട്ട് ഉറങ്ങ്. എല്ലാം കാലത്ത് പറയാം. ഗുഡ് നൈറ്റ്.